പ്രിയമുള്ള എൻ്റെ ബന്ധുക്കൾക്ക് ഏവർക്കും വിനീതമായ നമസ്കാരം. നാം ഇന്ന് ഈ വീഡിയോയിൽ കൂടി ചർച്ച ചെയ്യാൻ ആരംഭിക്കുന്നത് ഭാരതത്തിലെ കാലഗണനാ സമ്പ്രദായത്തെ പറ്റിയാണ്. അപ്പോൾ ഭാരതത്തിന് ഒരു കാലഗണനാ സമ്പ്രദായം സ്വന്തമായിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും ആധുനിക കാലഘട്ടത്തിലെ നമ്മളുടെ ഹൈന്ദവ സഹോദരങ്ങൾക്കോ അതിൻ്റെ പ്രചാരകരെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്കോ ഒന്നും വലിയ ബോധങ്ങളുള്ളതായിട്ട് തോന്നുന്നില്ല. ഭാരതത്തിന് സ്വന്തമായിട്ടൊരു കാലഗണന ഇല്ല എന്ന് വിദേശികൾ പറഞ്ഞു പഠിപ്പിക്കുകയും നമ്മുടെ ഇവിടുത്തെ ബുദ്ധിജീവികൾ പലരും അതിനെ അനുകരിക്കുകയും അതനുസരിച്ചിട്ട് പുസ്തകങ്ങൾ ഇറക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഭാരതത്തിൻ്റെ കാലഗണന പഠിക്കണമെങ്കിൽ നമ്മൾ വേദങ്ങളിലേക്ക് പോകണം. വേദങ്ങളുടെ കാലപ്പഴക്കം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമ്മുടെ സഹോദരങ്ങൾക്കറിയില്ല. ഹൈന്ദവ സമാജത്തിൽ അത് പഠിപ്പിക്കാനുള്ളൊരു വ്യവസ്ഥയില്ല. വിദേശികൾ പറഞ്ഞത് ആര്യന്മാർ കൊണ്ടുവന്നതാണ്. ആര്യന്മാരുടെ ചില ജൽപ്പനങ്ങളാണ്. വസ്ത്രം ധരിക്കാതെ കഞ്ചാവും വലിച്ച് കാട്ടിൽ താടിയും മുടിയും വളർത്തിയിരിക്കുന്ന ചില ആൾക്കാരുടെ സ്വപ്നങ്ങളാണ്, ജൽപ്പനങ്ങളാണ് ഇതൊക്കെ എന്നാണ് ആദ്യമേ പറഞ്ഞു പഠിപ്പിച്ചത്. പിന്നീട് മാക്സ് മുള്ളറെ പോലുള്ള ആൾക്കാരൊക്കെ വന്നത് പഠിച്ചു കഴിഞ്ഞിട്ടും ഇത് തന്നെയാണ് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. കുറേ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അതങ്ങനൊന്നുമല്ല, അതിനകത്ത് വേറെ കാര്യങ്ങളുണ്ടെന്ന് ഡീപ്പായിട്ട് പഠിച്ചപ്പോൾ മനസ്സിലായി. ആ സമയത്ത് അവർ പറഞ്ഞു അതിൻ്റെ കാലപ്പഴക്കം 10,000 വർഷത്തിന് താഴെയാണ്. നമ്മുടെ ആൾക്കാരൊക്കെ ഏറ്റുപിടിച്ചു. ബാലഗംഗാധര തിലകനെ പോലുള്ള ആൾക്കാരൊക്കെ ഏറ്റുപിടിച്ചിട്ട് പറഞ്ഞ് 8,500 വർഷം പഴക്കമേ ഉള്ളൂ വേദങ്ങൾക്കൊന്നും. മാക്സ് മുള്ളർ പിന്നെ അയാളുടെ കാലക്രമേണ കൂടുതൽ പഠനങ്ങൾ നടത്തിയതിന് ശേഷം പറഞ്ഞു വേദങ്ങൾ ലോക ഉൽപ്പത്തി മുതൽ ആരംഭിച്ചതാവാനേ വഴിയുള്ളൂ. അതിൻ്റെ കാലഗണന നടത്തുവാൻ ഒരു മാർഗവും പാശ്ചാത്യ സാങ്കേതിക വിദ്യകൾക്കില്ല എന്ന് തുറന്നു പറഞ്ഞു. അങ്ങനെ പലരും തുറന്നു പറഞ്ഞു. അപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് വെളിച്ചം വീശിയിട്ടില്ല. അപ്പം കാലഗണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യവും കാലത്തിൽ ഉത്ഭവിച്ച് കാലത്തിൽ നിലനിന്ന് കാലത്തിൽ അവസാനിക്കുന്നതാണ്. പക്ഷേ ഈ കാലമെന്ന് പറയുന്ന പ്രതിഭാസം എന്താണെന്ന് വിശദമാക്കുവാൻ ഭാരതം ശ്രമിച്ചിട്ടുള്ളതുപോലെ ലോകത്താർക്കും കഴിഞ്ഞിട്ടുമില്ല, അവരത് ചെയ്തിട്ടുമില്ല, അവർക്ക് കഴിയത്തുമില്ല. നമ്മൾ വേദങ്ങളിലേക്ക് പോകുമ്പോൾ വേദത്തിൻ്റെ പഴക്കം ഈ ലോകത്തിൻ്റെ ഉൽപ്പത്തിയോളം ആണ് എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ മാനവരാശി എന്നല്ല, ഏത് ജീവജാലവും അതിനകത്ത് ഉൾക്കൊള്ളുന്നതാണ്. മാനവരാശി ഈ ഭൂമുഖത്ത് വന്നപ്പോൾ തന്നെ അവരിലേക്ക് വേദവും സന്നിവേശിപ്പിച്ചിരുന്നു എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള സാങ്കത്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മളിൽ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യമാണ് എന്ന് പറയുന്നത്. വേദങ്ങളുടെ ജ്ഞാനപ്പഴമാണ് ഈശ്വരനിൽ നിക്ഷിപ്തമാണെന്നും ഈശ്വരൻ നമ്മളിൽ കുടികൊള്ളുന്നുവെങ്കിൽ ആ വേദജ്ഞാനവും നമ്മളിൽ കുടികൊള്ളുന്നുവെന്ന് ആചാര്യന്മാർ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് പറയുന്നത് ഈശ്വരനാണ് വേദത്തിൻ്റെ കർത്താവ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ ചതുർവേദങ്ങളുണ്ടെന്ന് പറയുന്നു. ചതുർവേദങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ. അതിൻ്റെ ഉപവേദങ്ങളായിട്ട് ആയുർവേദം, ധനുർവേദം, ഗന്ധർവവേദം അല്ലെങ്കിൽ സംഗീത ശാസ്ത്രം, പിന്നെ സ്ഥപതി വേദം അതല്ലെങ്കിൽ തച്ചുശാസ്ത്രം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എന്ന 4 ഉപവേദങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ശാസ്ത്രം മൊത്തം വേദത്തിൽ അധിഷ്ഠിതമാണ്. ആയുർവേദം എന്ന് പറയുന്ന രോഗചികിത്സാ പദ്ധതി, ധനുർവേദം എന്ന് പറയുന്ന യുദ്ധതന്ത്രങ്ങൾ, ആയുധ നിർമ്മാണം, അതിൻ്റെ പ്രയോഗങ്ങൾ, ഗന്ധർവവേദം എന്ന് പറയുന്ന സംഗീതം, തച്ചുശാസ്ത്രം അല്ലെങ്കിൽ സ്ഥപതി വേദം എന്ന് പറയുന്ന അഥർവവേദത്തിൻ്റെ ഉപവേദമായിട്ടുള്ള എഞ്ചിനീയറിംഗ്. ഇതെല്ലാം കൂടാതെ 6 ശാസ്ത്രങ്ങളും കൂടി
അതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട്. അതിനെ വേദാംഗങ്ങൾ എന്നാണ് പറയുന്നത്. ശിക്ഷാകൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം കൊണ്ട് മാറ്റി വെച്ച് കഴിഞ്ഞാലും ജ്യോതിഷം എടുത്തു കഴിഞ്ഞാൽ അതിലാണ് കാലഗണന നിൽക്കുന്നത്. ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരം എങ്ങനെയാണ്, അതെങ്ങോട്ടൊക്കെ പോകുന്നു, അതേതൊക്കെ വിധത്തിലാണ് നമ്മളെ സ്വാധീനിക്കുന്നത്, അല്ലെ പ്രപഞ്ചത്തെ സ്വാധീനിക്കുന്നത് എന്നൊക്കെയാണ് ജ്യോതിഷപ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വേദങ്ങളിൽ തന്നെ അത്രയും പഴക്കമുള്ള ഈ ശാസ്ത്രങ്ങൾ നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ ആൾക്കാർ ഇതിനെപ്പറ്റി ഒന്നും അറിയാൻ വയ്യാതെ വായ്പ പറയുന്നതും കേട്ടുകൊണ്ട്, അല്ലെ മറ്റു മതസ്ഥർ പറയുന്നതും കേട്ടുകൊണ്ട് ഇങ്ങനെ ഓടി നടക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വരുത്തണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി ശ്രമിക്കുന്നത്. അത് ഈ ഒരു ചെറിയ വീഡിയോയിൽ കൂടി പറ്റത്തില്ല, കുറേ വീഡിയോയിൽ കൂടിയേ പറ്റുള്ളൂ. ആ വീഡിയോകളെല്ലാം നിങ്ങൾ കാണുകയും അത് ഷെയർ ചെയ്യുകയും വേണം. കഴിയുമെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും കൂടെ വേണം. എങ്കിലേ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുള്ളൂ. അപ്പോൾ നമ്മൾ ചതുർവേദങ്ങളെ പറ്റി പറഞ്ഞു. ഈ ചതുർവേദങ്ങളിൽ നമ്മൾ ഇപ്പം ജീവിക്കുന്ന കലിയുഗത്തിലാണ്. കലിയുഗം എന്ന് പറയുമ്പോൾ 4,30,000 വർഷങ്ങളാണ് കലിയുഗത്തിൻ്റെ കാലം എന്ന് പറയുന്നത്. 4,30,000 വർഷം. അതിന് തൊട്ട് മുമ്പുള്ളതെന്ന് പറയുമ്പം ദ്വാപരയുഗമാണ്, 8,64,000 വർഷം. അതിന് മുമ്പുള്ളതെന്ന് പറയുമ്പോഴേ ത്രേതായുഗമാണ്, 12,96,000 വർഷം. അതിനു മുമ്പുള്ളത് സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗം, 17,28,000 വർഷം. ഇത്രയും ദൈർഘ്യമുള്ളതാണ് ഈ 4 യുഗങ്ങൾ. ഈ 4 യുഗങ്ങൾ ചേരുന്നതിനെ ഒരു മഹായുഗം, അതല്ലെങ്കിൽ ഒരു ചതുർയുഗം എന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ ഈ ചതുർയുഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത്രയും 71 ചതുർയുഗങ്ങൾ കൂടുമ്പോഴാണ് ഒരു മന്വന്തരം ഉണ്ടാകുന്നത്. ഒരു മന്വന്തരം എന്ന് പറയുമ്പോഴേ 30,67,20,000 വർഷം ആണ്. അങ്ങനെ 14 മന്വന്തരങ്ങൾ, അതായത് 71 ചതുർയുഗങ്ങൾ കൂടുന്ന ഒരു മന്വന്തരത്തിൽ ആ തരത്തിലുള്ള 14 മന്വന്തരങ്ങൾ ചേരുമ്പോഴേ അതിനെ ഒരു കൽപ്പം എന്ന് പറയും. ഒരു കൽപ്പം എന്നാണ് പറയുന്നത്. അതായത് 42,90,80,000 വർഷം വരുന്നു. ഇതിനെ ബ്രഹ്മാവിൻ്റെ ഒരു പകൽ എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായിട്ട് പറയാറുണ്ട്. ബ്രഹ്മാവിൻ്റെ ഒരു പകൽ. അപ്പോഴാണ് സൃഷ്ടി നടക്കുന്നത്. അപ്പോൾ ആ സൃഷ്ടി നടക്കുന്ന കൽപ്പത്തിന് തുല്യമായിട്ടുള്ള ഒരു സന്ധികാലം വേണം, അല്ലെങ്കിൽ ഒരു രാത്രി വേണം. ബ്രഹ്മാവിൻ്റെ ഒരു പകലാണെങ്കിൽ അതിന് രാത്രി വേണമല്ലോ. അപ്പോൾ അതിന് ഈ സന്ധികാലം എന്ന് പറയുന്നത് കൃതയുഗത്തിന് തുല്യമായിട്ടുള്ള, അല്ലെങ്കിൽ സത്യയുഗത്തിന് തുല്യമായിട്ടുള്ള സമയമാണ് അതിനകത്ത് വേണ്ടത്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴേ 432 കോടി വർഷമാണ് ഒരു കൽപ്പം, അല്ലെങ്കിൽ സൃഷ്ടിയുടെ പകലും രാത്രിയും എന്ന് പറയുന്നത്. അന്നേരം നാം ഇതിനെപ്പറ്റി വിശദമായിട്ട് പഠിക്കാൻ പോകുമ്പോൾ പിതാമഹൻ്റെ ബ്രഹ്മസിദ്ധാന്തത്തിൽ ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇതിനകത്ത് പറയുന്ന ഒരു ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഖാകാഷ്ട ന്യൂനത ഭാജാകാലെ ഹൃദയുഗാദിയെ മയായ പ്രഥമ പ്രശ്നെ സൂര്യവാക്യമിതം ഭവേ എന്നാണ് പറയുന്നത്. അതായത് മയനെന്ന് പറയുന്ന ശില്പി, ഋഷി, അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ അടുക്കൽ, ഗുരു ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യസിദ്ധൻ എന്ന് പറയും. സൂര്യ ഛായാപുരുഷൻ എന്നും അദ്ദേഹത്തിന് പേരുണ്ട്. അക്കാലത്തെ ഏറ്റവും വലിയ സൂര്യ ഗവേഷകനായിരുന്നു അദ്ദേഹം. അപ്പോൾ മയൻ തൻ്റെ ഗുരുവിനോട് ചോദിച്ചു, ഭഗവാനെ, ഈ കാലചക്രം അതൊന്ന് വിശദീകരിച്ച് തരണമാണ്. കാലത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴേ തലയ്ക്ക് ഭ്രാന്താകെ പോകുന്നു. അതൊന്ന് വിശദീകരിച്ചാൽ എനിക്ക് മനസ്സിനൊരു സമാധാനം കിട്ടും എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ശിഷ്യൻ്റെ അപേക്ഷ പ്രകാരം
സൂര്യസിദ്ധനുണ്ടാക്കിയ ഒരു സിദ്ധാന്തമാണ് സൂര്യസിദ്ധാന്തം എന്ന് പറയുന്നത്. കാലത്തിൻ്റെ എല്ലാ വശങ്ങളും അതിനകത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതെന്നാണ് ഉണ്ടായത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കുമ്പോഴേ ബ്രഹ്മസിദ്ധാന്തത്തിലെ ഈ ഖാകാഷ്ടൻ എന്നത് ഭാജാകാലെ കൃതയുഗാദി എന്ന് പറയുന്ന ആ ശ്ലോകം നമ്മൾ വ്യാഖ്യാനിക്കണം. കായ് ഖ ഖ ഖ ഖ ഖ ഷ്ടന്യൂനത എന്ന് പറയുമ്പോൾ ഖ എന്ന് പറയുമ്പോൾ സംഖ്യാശാസ്ത്രപ്രകാരം 2, അടുത്ത ഖായും 2, അഷ്ടം 8, അപ്പോൾ 228 എന്ന് പറയും. സംഖ്യാശാസ്ത്രപ്രകാരം നമ്മൾ വാക്യത്തിൽ അത് വരുമ്പോൾ തിരിച്ചിട്ട് വായിക്കണമെന്നാണ്. അതായത് 822 എന്ന് പറയും. അപ്പോൾ 228 എന്നുള്ളത് തിരിച്ചിട്ട് വായിക്കുമ്പോൾ 822. അതെന്നാണ്? ന്യൂനത ഭാജാകാലേ കൃതയുഗാദി, കൃതയുഗത്തിൻ്റെ അവസാന കാലഘട്ടമായ 822 വർഷം. അത് അവസാനിക്കുന്നതിന്, കൃതയുഗം അവസാനിക്കുന്നതിന് 822 വർഷം മുമ്പ് ആണിത് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന ത്രേതായുഗം നമ്മൾ കണക്ക് കൂട്ടണം. 12,96,000 വർഷം അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടണം നമ്മൾ. അത് കഴിഞ്ഞ് വരുന്നത് ദ്വാപരയുഗമാണ്. 8,64,000 വർഷം നമ്മളതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും കൂട്ടണം. ഇപ്പോൾ പിന്നെ കൂട്ടാനുള്ളതെന്ന് പറയുമ്പോൾ നടപ്പ് കലിവർഷമാണ്. നടപ്പ് കലിവർഷം എന്ന് പറയുന്നത് 2026 കാലഘട്ടം വരുമ്പം 5130 വർഷം എന്ന് പറയും. 5130 വർഷം അതും കൂടെ കൂട്ടണം. അതും കൂടെ കൂട്ടുമ്പോഴേ വരുന്ന തുകയെന്ന് പറയുമ്പോൾ 21,65,952 വർഷം മുമ്പാണ് ആരിത് ചെയ്തത്? സൂര്യസിദ്ധൻ മയന് വേണ്ടിയിട്ട് സൂര്യസിദ്ധാന്തം ഉണ്ടാക്കി പഠിപ്പിച്ചു കൊടുത്തു. ഇത്രയും പഴക്കമുണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ പോലും. അതിന് ഈ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഈ കൽപ്പത്തിലെ 7ാമത് മന്വന്തരത്തിലെ, അതായത് വൈവസ്വത മന്വന്തരത്തിലെ 28ാമത് മഹായുഗത്തിലെ അല്ലെങ്കിൽ ചതുർയുഗത്തിലെ കലിയുഗത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ആ കലിയുഗത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ അത്ര പഴക്കമുള്ള സൂര്യസിദ്ധാന്തം അനുസരിച്ചിട്ട് വേണം നമ്മൾ ഇപ്പം നമ്മുടെ കാലഗണനകൾ നടത്താൻ. അപ്പോൾ കാലഗണന നടത്തുമ്പോൾ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു. കലിയുഗത്തിൻ്റെയും മന്വന്തരത്തിൻ്റെയും കൽപ്പത്തിൻ്റെയും ഒക്കെ കാര്യം നമ്മൾ പറഞ്ഞു. 432 കോടി വർഷമാണ് ഇതിൻ്റെ കാലം, ഒരു സൃഷ്ടിയുടെ കാലം എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ വരുമ്പോഴേ നമ്മളുടെ ഇപ്പോഴത്തെ കണക്കനുസരിച്ചിട്ട് നോക്കുന്നുണ്ടേ ഏതാണ്ട് 200 കോടി വർഷത്തോളം, ഏതാണ്ട് 200 കോടിയോടടുത്ത് വർഷത്തോളം ആവുന്നുണ്ട് എന്ന് പറയുമ്പോഴേ പാശ്ചാത്യരുടെ 2 ബില്യൺ എന്ന് പറയുന്ന കണക്കിനോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും കലിയുഗം തീരാൻ ഇനിയും കിടക്കുന്നു ഒരു 2 ബില്യൺ അല്ലെങ്കിൽ ഒരു 200 കോടി വർഷങ്ങൾ കൂടി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് വിശദമായിട്ടൊന്ന് നമുക്ക് വീണ്ടും പഠിക്കേണ്ടതായിട്ട് വരും. അതായത് സൂക്ഷ്മമായ കാലഗണനകൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ദിവസങ്ങളുടെ ക്രമങ്ങൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പഠിക്കാം. അതുവരെ